ടൂട്ടാപ്പഹിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൂട്ടാപ്പഹിയ നമ്മുടെ കവിത, ടൂട്ടാപ്പഹിയ എന്ന ചെറിയൊരു കവിത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞു. ഇനി അതിന്റെ വാക്കുകളാണ്. അതിനോട് പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്, നമ്മൾ പ്രധാനമായും പഠിക്കേണ്ടത് ആ കവിതയുടെ ആസ്വാദന ടിപ്പണി അല്ലെങ്കിൽ ആശയം, കവിതയുടെ ആശയമാണ്. ആ ആശയമാണിത്, ടൂട്ടാപ്പഹിയുടെ ആശയം. ആരാണ് എഴുതിയിട്ടുള്ളത്? ശ്രീ धर्मवीर. कवि का नाम क्या है? श्री धर्मवीर भारती. श्री धर्मवीर भारती आधुनिक हिंदी के बहुमुखी प्रतिभा संपन्न साहित्यकार है. श्री धर्मवीर भारती ആരാണ്? ആധുനിക ഹിന്ദിയിലെ ബഹുമുഖി പ്രതിഭ, അല്ലെ? പ്രതിഭ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഉദ്ദേശിക്കുന്ന പ്രതിഭനെ. ബഹുമുഖി പ്രതിഭാ സമ്പന്ന സാഹിത്യकार है. उनकी बहुचर्चित कविता है. അദ്ദേഹത്തിന്റെ വളരെ അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കവിതയാണ് എന്തെന്ന് പറയുന്നത് ഈ ടൂട്ടാപ്പഹിയ. ഈ കവിതാമേ കവിനെ, ഈ കവിതയിലെ കവി ടൂട്ടേ പഹിയക്ക്, ഒരു പൊട്ടിയ ചക്രത്തെ ജർജർ, ടൂട്ടേ പഹിയക്കോ ജർജർ മാനവ മൂല്യോं का प्रतीक बना दिया है. തകർന്നടിയപ്പെട്ട മാനവീയ മൂല്യങ്ങളുടെ പ്രതീകമായിട്ടാണ് എന്തിനെ കണ്ടിട്ടുള്ളത്? ഈ ടൂട്ടാപ്പഹിയ. ടൂട്ടാപ്പഹിയൻ എന്തായിട്ടാണ് കണ്ടിട്ടുള്ളത്? ജർജർ. ജർജർ എന്ന് പറഞ്ഞാൽ തകർക്കപ്പെട്ട, അതായത് ഇന്ന് മാനുഷിക മൂല്യങ്ങൾക്ക് യാതൊരു വിലയില്ലാത്തൊരു, സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ഒന്നും ഇപ്പൊ നടക്കുന്ന മുഴുവൻ എന്താണ്? അധർമ്മങ്ങളും അനീതികളും ആണ്. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു നമ്മുടെ ഈ യുഗത്തിലെ നഷ്ടപ്പെട്ട മാനവ മൂല്യങ്ങളുടെ പ്രതീകമായിട്ടാണ് കവി ഇവിടെ എന്തിനെ കണ്ടിട്ടുള്ളത്? ടൂട്ടാപ്പഹിയ. ഒരു പൊട്ടിയ ചക്രത്തിനെ നമ്മൾ നിസാരമായി കളയുന്നു. പക്ഷെ ആ യുദ്ധത്തിലെ അവസാന നിമിഷത്തില് അഭിമന്യുവിനെ ആശ്രയമായത് എന്താണ്? ആ പൊട്ടിയ ചക്രമാണ്. അപ്പൊ ഇവിടെ അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ കവിതാമേ കവിനെ, ഈ കവിതയിൽ കവി ടൂട്ടേ പഹിയങ്കോ, പൊട്ടിയ ചക്രത്തെ ജർജർ മാനവ മൂല്യോं का प्रतीक, തകർക്കപ്പെട്ട, ജർജർ മീൻസ് തകർക്കപ്പെട്ട മാനവീയ മൂല്യങ്ങളുടെ പ്രതീകമായിട്ടാണ് ഇവിടെ എന്തിനെ കാണിച്ചിട്ടുള്ളത്? കവി ഈ ടൂട്ടാപ്പഹിയെ കാണിച്ചിട്ടുള്ളത്. അതിന്റെ ബാക്കി, കവിതയുടെ ബാക്കി ആശയത്തിലേക്ക് കടക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് ആണ്. ഇനി സെക്കൻഡ് പാരഗ്രാഫിലേക്ക് കടക്കാം. ഇത് 4 മാർക്കിന്റെ ചോദ്യമാണ്. കവി കെ മത് മീൻസ് അഭിപ്രായം. കവിയുടെ അഭിപ്രായത്തിൽ യഹ് യുഗ് അന്ധാ ഹെ, ഈ യുഗ് അന്ധാ എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ്, അതായത് അന്ധകാരം എന്ന് പറഞ്ഞാൽ എന്താ? ഇരുട്ട് നിറഞ്ഞത്. അല്ലെങ്കിൽ ഈ കവിയുടെ അഭിപ്രായത്തിൽ ഈ യുഗം അന്ധകാരമാണ്, അന്ധാ ഹെ. ടൂട്ടേ പഹിയക്ക പ്രതീകാത്മക ചിത്രം കർക്കെ, പൊട്ടിയ ചക്രത്തെ പ്രതീകമാക്കിക്കൊണ്ട് കവി സങ്കേതിയായി, കവി എന്ത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു? കി എന്തെന്നാൽ ആജ് സംസാറിനെ, ഇന്ന് ലോകത്ത് സർവത്ര എല്ലായിടത്തും മാനവ മൂല്യോं का अभाव हो रहा है. മാനവീയ മൂല്യങ്ങളുടെ, മാനുഷിക മൂല്യങ്ങൾ, സത്യം, ധർമ്മം, നീതി ഇവയെല്ലാം എന്ത് ചെയ്തിരിക്കുകയാണെന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കവി കെ മതമേ യഹ് യുഗ് അന്ധാ ഹെ, ടൂട്ടേ പഹിയേക്ക പ്രതീകാത്മക ചിത്രങ്ങൾക്ക്, ഈ ഒരു പൊട്ടിയ ചക്രത്തെ ഒരു പ്രതീകമാക്കിക്കൊണ്ട് കവി എന്താണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? ആജ് സംസാറിനെ, ഇന്ന് ലോകത്ത് സർവത്ര എല്ലായിടത്തും മാനവ മൂല്യങ്ങൾക്ക് ചുതി, നാശം, അഭാവം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പൊ അപ്പനെ പക്ഷക്കോ അസത്യ ജാൻതേ ഹുയേ ഭി, അവിടെ നമ്മൾ യുദ്ധത്തിൽ നമ്മൾ കണ്ടു, അവരുടെ പക്ഷത്ത് അസത്യം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും മഹാഭാരത യുദ്ധത്തിലെ ബഡേ മഹാരഥിയോനെ, വലിയ മഹാരഥികൾ എന്താണ് ചെയ്തത്? നിരായുധ അഭിമന്യു പർ, നിരായുധനായി നിൽക്കുന്ന അഭിമന്യുവിനെ ആക്രമിച്ചു. തബ് രഥ് കാ ടൂട്ടാപ്പഹിയ, അപ്പോൾ രഥത്തിന്റെ ഒരു പൊട്ടിയ ചക്രമാണ് അഭിമന്യു കാ സഹായക് ബൻ ഗയ, അഭിമന്യു എന്തായി മാറിയത്? സഹായകമായി മാറിയത്. ലാസ്റ്റ് പാരഗ്രാഫാണ് കൺക്ലൂഷൻ. 3 മാർക്കിന് 4 മാർക്കിന് ചോദിക്കുമ്പോൾ എഴുതേണ്ട ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, പിന്നെ കവിയുടെ ഒരു സമ്മറി പറഞ്ഞു. ഇനി പിന്നെ കവിയുടെ വിശ്വാസം ഇതാണ് കി എന്തെന്നാൽ പതൻ കെ ഗർഭ മേ ജാനെ വാലി ദുനിയാ കോ ജർജർ മാനവ മൂല്യ ഹി സഹായക് സിദ്ധ ഹോംഗെ, അതായത് നമ്മളുടെ ലോകത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെ? മാനവ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ നമ്മൾ നാശത്തിലേക്ക് അല്ലെങ്കിൽ പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ നഷ്ടപ്പെട്ട മാനവ മൂല്യങ്ങൾക്ക് എന്ത് സഹായകമായി വരുന്ന പറയുന്നത്? ഈ ടൂട്ടാപ്പഹിയ സഹായക് സിദ്ധ ഹോംഗെ. ടൂട്ടാപ്പഹിയ കവിതാമേ യഹി ആശാവാദി സ്വർ മുഖരിത് ഹുവാ ഹെ. ടൂട്ടാപ്പഹിയ എന്ന കവിതയില് ഈ ആശാവയുടെ പ്രതീക്ഷ, ആശാവാദി സ്വർ, ഒരു അങ്ങനെ നമുക്ക് സത്യത്തിന് എന്താ പറയാ, ഒരു പൊട്ടിയ സത്യം എന്തിനെ ആശ്രയിക്കുന്ന പറഞ്ഞത്? പൊട്ടിയ ചക്രത്തെ ആശ്രയിച്ചേക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ ടൂട്ടാപ്പഹിയ കവിതാമേ യഹി ആശാവാദി സ്വർ, ടൂട്ടാപ്പഹിയ എന്ന കവിതയിലും ഈ ആശാവാദി, നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ശബ്ദമാണ് മുഖരിത് ഹുവാ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖരിതമായിരിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ പറയുന്നത് തന്നെ മുഖരിതമായിരിക്കുന്നത് എന്നർത്ഥം. അതായത് ഇവിടെ ലാസ്റ്റ് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാല് ഈ യുഗം അന്ധകാരത്തിലാണ്. അപ്പൊ ഈ അധർമ്മവും അനീതിയും അസത്യവും എല്ലാം കൊടികെട്ടി വാഴുകയാണ് ഇവിടെ. അപ്പൊ ഇവിടെ
എന്താണ് അസത്യവും അധർമ്മവും നിൽക്കുന്ന ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും പിന്നെ അവസാനം നമുക്ക് എന്തിനാശ്രയിക്കേണ്ടി വരും എന്നാ പറയണത്? വിജയത്തിന് അറ്റ കൈക്ക് എന്തിനെ തന്നെ ആശ്രയിക്കേണ്ടി വരും? ആ ധർമ്മത്തിന് അവസാനം എന്തിനാ വിജയം ഉണ്ടാവുക? സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും തന്നെയാണ് വിജയം ഉണ്ടാവുക. അതായത് ഈ യുഗം അന്ധകാരത്തിലാണ്. ഇവിടെ അധർമ്മവും അനീതിയും അസത്യവും എല്ലാം കൊടികെട്ടി വാഴുകയാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും അവസാന വിജയം അറ്റ കൈക്ക് വിജയം എന്തിനാണ്? സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും തന്നെയായിരിക്കും. അതായത് നമുക്ക് എക്സാമ്പിൾ കവിതയിലൂടെ മനസ്സിലായി. അഭിമന്യുവിന് അറ്റ കൈക്ക് എന്താണ് സഹായമായത്? ഒരു പൊട്ടിയ ചക്രമാണ്. അതേപോലെ സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും അവസാനം വിജയമുണ്ട്. എന്നും നമ്മൾ പറയും സത്യത്തിന് എന്നും 16 പറയില്ലേ? അപ്പൊ അതായത് സത്യത്തിനും ധർമ്മത്തിനും നീതിക്കുമാണ് എന്ന് എന്തുണ്ടാവുക? അവസാനം വിജയം ഉണ്ടാവുക എന്നാണ് ഈ കവിതയിലൂടെ കവി സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്ത് വരുന്ന ഒരു ചോദ്യം, എപ്പോഴും ഈ പാട്ടിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇസ്കാ മത്ലബ് ക്യാ ഹൈ? മത്ലബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥം അല്ലെ, ഉദ്ദേശം എന്നുള്ളത്. അതായത് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അല്ലെ? ലോഹാലേന. എന്താണ് ലോഹാലേന? ലോഹാലേന എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചു കവിതയിൽ അല്ലെ? ലോഹ अपने पक्षुत में असत्य जानते हुए भी बड़े बड़े महारथी अपने ब्रह्मास्त्र से कुचल देना चाहे എന്നൊക്കെ പഠിച്ചില്ലേ? അപ്പൊ ആ വാക്ക് ലോഹാലേന മീൻസ് സാമ്ന കർണ. സാമ്ന കർണ എന്ന് പറഞ്ഞാൽ എതിരിടുക. സാമ്ന കർണ എതിരിടുക എന്നുള്ളതാണ്. എപ്പോഴും എക്സാമിന് 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ലോഹാലേന സാമ്ന കർണ ബ്രഹ്മാസ്ത്രം സെ ലോഹാലേ സക്താഹും എന്ന് പഠിച്ചില്ലേ? ആ വരിയാണ്. ലോഹാലേന ബ്രഹ്മാസ്ത്രങ്ങളോട് എനിക്ക് എതിരിടാൻ കഴിയുമെന്ന് ആര് പറഞ്ഞു? പൊട്ടിയ ചക്രം പഹ്യ. അപ്പം ലോഹാലേന സാമ്ന കർണ പൊട്ടിയ ചക്രത്തിന് എന്തിനോട് എതിരിടാൻ കഴിയും? ബ്രഹ്മാസ്ത്രങ്ങളോട് എതിരിടാൻ. അവിടെയാണ് കവിതയിൽ എതിരിടുക എന്നുള്ള വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത്. ലോഹാലേന സാമ്ന കർണ എതിരിടുക, നേരിടുക എന്നുള്ള അർത്ഥം. അടുത്തത് ഗിർജാന. ഈ ഗിർജാന എവിടെയാ വന്നത് കവിതയില്? നമ്മുടെ ദുരൂഹ ചക്രവ്യൂഹമേ അല്ലെ? ദുരൂഹമായ ചക്രവ്യൂഹത്തില് അക്ഷൗഹിണി സേനാവോക്കോ ചുനൗതി ദേത്താ ഹുവാ കോയി ദുസ്സാഹസി അഭിമന്യു ആക്കർ ഗിർജായേ എന്ന് വിളിച്ചു അല്ലെ? എന്താ ഗിർജാന? ഫസ്റ്റ് ജാന, അകപ്പെടുക. അതായത് അഭിമന്യു ഇതുപോലെ ഒരു ദുസ്സാഹസിയായിട്ടുള്ള ഒരു രക്ഷധൈര്യമുള്ള അഭിമന്യു വന്നിട്ട് ഒരു ചക്രവ്യൂഹത്തിൽ വന്ന് അകപ്പെടില്ലെന്ന് ആർക്കറിയാം? എപ്പോഴാണ് അങ്ങനെ സംഭവിക്കുക എന്ന് ആർക്കറിയാം? അപ്പൊ അഭിമന്യു സഹായമായി വന്നത് എന്താണ്? ഒരു ടൂട്ടാ പഹിയാണ്, പൊട്ടിയ ചക്രമാണ്. അപ്പൊ ഗിർജാന എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ഫസ്റ്റ് ജാന, അകപ്പെടുക എന്നുള്ള അർത്ഥത്തിലാണ്. ദെൻ കുചൽ ദേന. കുചൽ ദേന എന്ന് പറഞ്ഞാൽ പറഞ്ഞു अपने पक्ष को असत्य जानते हुए बड़े बड़े महारथी എന്താ വലിയ വലിയ മഹാരഥികൾ എന്താ ചെയ്തത്? അവനെ കുചൽ ദേന ചാഹെ. എന്താ കുചൽ ദേന? ചവിട്ടി മെതിക്കുക. അതായത് അവിടെ ശത്രുക സർവനാശ് കർദേന, ശത്രുവിനെ നശിപ്പിക്കുക. അതായത് ശത്രുക കുചൽ ദേന മതലബ് ക്യാ ഹൈ? ശത്രുക സർവനാശ് കർദേന. ആശ്രയിലേന. ആശ്രയിലേന सहारा लेना. इतिहासों की सामूहिक गति सहसा झूठी पड़ जाने पर क्या जाने सच्चाई टूटे पहियों का आश्रय ले. അല്ലേ? സച്ചായി എന്തിനെ ആശ്രയിക്കുന്ന? സത്യം എന്തിനെ ആശ്രയിക്കാം? ഒരു പൊട്ടിയ ചക്രത്തെ. അപ്പൊ അഭിമന്യു പൊട്ടിയ ചക്രത്തെ ആശ്രയിച്ചതുപോലെ ആശ്രയിലേന മതലബ് ക്യാ ഹൈ? സഹാര ലേന. പാഠത്തിൽ ഉപയോഗിക്കുന്ന വാക്കെന്താണ്? ആശ്രയം എന്ന് പറഞ്ഞാൽ ആശ്രയം. അതിന് ഹിന്ദിയിലെ മറ്റൊരു വാക്കാണ് സഹാര. ഒന്നുകൂടെ നോക്കാം. ലോഹാലേന സാമ്ന കർണ, ഗിർജാന ഫസ്റ്റ് ജാന, कुचल देना, शत्रु का सर्वनाश कर देना, आश्रय लेना, सहारा लेना. ഇനി ഇതിന് ചോദിക്കുന്ന അടുത്ത ചോദ്യം, ഇതിപ്പം इसका मतलब क्या है എന്ന് ചോദിക്കാം. അടുത്തത് ഓരോന്നിന്റെ പ്രതീകങ്ങൾ ചോദിക്കാറുണ്ട്. അഭിമന്യു किसका प्रतीक है? टूटा पखिया किसका प्रतीक है? ഇനി നമുക്ക് അതിലേക്ക് കിടക്കാം. ഓക്കെ, ഇനി അടുത്തത് किसका प्रतीक है. അപ്പൊ ഈ പാഠത്തിൽ ചോദിക്കുന്ന 1 മാർക്കിന്റെ അടുത്ത ചോദ്യങ്ങളാണ്. ഓരോന്നും എന്തിന്റെ പ്രതീകമാണ്? ഞാൻ പറഞ്ഞ പ്രതീകാത്മക കവിതയാണ് അല്ലേ? അപ്പം കിസ്കാ പ്രതീക, ഓരോന്നും എന്തിന്റെ പ്രതീകമാണ്? അപ്പൊ ടൂട്ടാ പഹിയ പൊട്ടിയ ചക്രത്തിനെ നമ്മൾ നിസാരമായിട്ടാണ് കാണുന്നത് അല്ലെ? അപ്പൊ അതാണ് എന്ത്? ലഘുമാനം. ഒരു നിസാരനായ മാനം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു നിസാരനായ, നമ്മൾ ഒന്നിനെയും നിസാരം എന്ന് കരുതി തള്ളിക്കളയാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ ഒരു ലഘുമാനവിന്റെ പ്രതീകമാണ് എന്ത്? ടൂട്ടാ പഹിയ. അതുപോലെ തന്നെ മാനവീയ മൂല്യം. ഈ 2 രീതിയിലും പറയാം. മാനവീയ മൂല്യം, നമ്മൾ പൊട്ടിയ ചക്രം എന്ന് പറഞ്ഞാൽ തകർന്നടിഞ്ഞ മാനവീയ മൂല്യങ്ങൾ അല്ലെ? സത്യം, ധർമ്മം, നീതി, ഇതൊക്കെ ഇപ്പൊ ഇല്ല. ഇപ്പൊ വെറും അധർമ്മങ്ങളും അനീതികളും വിളയാടുന്ന സമയമാണ്. അപ്പം ലഘുമാനവ് ഓർ മാനവീയ മൂല്യം, ഇത് രണ്ടുമാണ് എന്തിന്റെ പ്രതീകം? ടൂട്ടാ പഹിയയുടെ പ്രതീകം. അഭിമന്യു ശോഷിത് ജനസാധാരണ. ശോഷിത് എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യപ്പെടുക. ചൂഷണം ചെയ്യപ്പെടുക, എക്സ്പ്ലോയിറ്റേഷൻ അല്ലെ? ചൂഷണം. അപ്പം അഭിമന്യു എന്തിന്റെ? അഭിമന്യു ഇവിടെ ആരാ ചൂഷണം ചെയ്യപ്പെട്ടു? നമ്മുടെ ശാസകവർഗമായിട്ടുള്ള ആളുകൾ, നമ്മുടെ മഹാരഥികളെ മുന്നിൽ കുരുക്ഷേത്ര യുദ്ധത്തിലെ കൗരവരുടെ മുന്നില്
എന്തായിത്തീർന്നു? അക്ഷൗണി സേനയുടെ മുന്നില് ചക്രവ്യൂഹത്തിൽ പെട്ടുപോയി ആര്? അഭിമന്യു. അപ്പൊ അഭിമന്യു അവിടെ ചൂഷണം ചെയ്യപ്പെടുക ഉണ്ടായത്. അങ്ങനെ അപ്പൊ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സാധാരണ ആം ജനത എന്ന് പറയും. ആം ജനത എന്ന് പറഞ്ഞാലും അത് നിങ്ങൾ ഓർത്ത് വെക്കണം. अപ്പൊ शोषित जनसाधारण का प्रतीक है अभिमन्यु. अभिमन्यु किसका प्रतीक है? शोषित जनसाधारण का. टूटा पहिया किसका प्रतीक है? लघु मानव और मानव मूल्य का प्रतीक है. और अभिमन्यु शोषित जनसाधारण का और आम जनता का प्रतीक है. और चक्रव्यूह, ചക്രവ്യൂഹം എന്ന് നമ്മൾ പറഞ്ഞു അതിൽ കയറി പറ്റാൻ തന്നെ. അഭിമന്യു എന്താണ്? ചക്രവ്യൂഹത്തിൽ കയറി പറ്റാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. അതിൽ നിന്ന് പുറത്ത് കിടക്കുന്നത് എങ്ങനെയെന്ന് അറിയാത്തതാണ് പിൽക്കാലത്ത് അഭിമന്യുവിനെ മരണത്തിന് വഴിയൊരുക്കിയത് നമ്മൾ പഠിച്ചു. അപ്പൊ ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ അത്രയും ദുരൂഹത നടന്നതാണ്. അപ്പൊ അതാണ് എന്ത് പറഞ്ഞത്? ജീവൻ की വിഷമതാവുക, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളുടെ പ്രതീക, വിഷമതാവുക പ്രതീക ചക്രവ്യൂഹം. നെക്സ്റ്റ് ബ്രഹ്മാസ്ത്ര. അപ്പൊ നമ്മൾ ഇവിടെ ബ്രഹ്മാസ്ത്രം എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ബ്രഹ്മാസ്ത്ര शासक, शासक एडमिनिस्ट्रेटर अതായത് ഭരണവർഗം. शासक वर्ग द्वारा अधिकार और शक्ति के दुरुपयोग का, അതായത് ഭരണവർഗത്തിരിക്കുന്നവർ ഇവിടെ എന്താ ഉണ്ടായത്? മഹാരഥികള് അവരെ നിരായുധനായ അഭിമന്യുവിനെ അവരുടെ ബ്രഹ്മാസ്ത്രങ്ങളുടെ മുന്നിൽ നിരായുധനായ അഭിമന്യു അവരുടെ വലിയ വലിയ ബ്രഹ്മാസ്ത്രങ്ങൾ ഈ ആയുധം ഇല്ലാതെ നിൽക്കുന്ന നിരായുധനായി നിൽക്കുന്ന അഭിമന്യുവിനോടാണ് അവരെ എതിരിട്ടത്. അപ്പൊ വെറും 16 വയസ്സുകാരനോട്. അപ്പൊ ഇവിടെ ശാസക വർഗ ദ്വാര അധികാർ और शक्ति के दुरुपयोग, അവരുടെ ശക്തിയും നമ്മളെ ഭരണവർഗം അവരുടെ ശക്തിയും അധികാരവും ദുരുപയോഗപ്പെടുത്തുക, അതാണ് പറഞ്ഞത്. അപ്പൊ ബ്രഹ്മാസ്ത്ര എന്ന് പറഞ്ഞാൽ ശാസക വർഗ ദ്വാര അധികാർ और शक्ति के दुरुपयोग का प्रतीक है. അക്ഷൗണി സേന. അപ്പൊ അക്ഷൗണി സേന, അക്ഷൗണി സേനയിൽ എത്ര കാരാളുണ്ട്, എത്ര കുതിര ഉണ്ട്, എത്ര രഥം ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ല കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ അക്ഷൗണി സേന എന്തിന്റെ പ്രതീകമാണ്? അധർമ്മത്തിന്റെ, അധർമ്മയോഗ്യ സംഘ, അധർമ്മയോഗ്യ സംഘ പ്രതീക ഹെ അക്ഷൗണി സേന. പ്രധാനമായും ചോദിക്കാറ് ഈ ടൂട്ടാ പഹിയ, അഭിമന്യു, ചക്രവ്യൂഹ ഇതൊക്കെയാണ്. അഭിമന്യു, ടൂട്ടാ പഹിയ ഇതാണ് മെയിനായിട്ട് അധികം ചോദിക്കാറുള്ളത് എക്സാമിൽ. ബാക്കിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി അതാ വരിക എന്ന് പറയാൻ പറ്റില്ല. അടുത്തത് മഹാരഥി ലോക്. മഹാരഥി ലോക് എന്ന് പറഞ്ഞാൽ അസത്യ അവർ അധർമ്മിക്ക. മഹാരഥി, ഇവിടുത്തെ മഹാരഥികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ശത്രുപക്ഷത്തിലുള്ള ആളുകൾ തന്നെയാണ്. അവരെന്തിന്റെ പ്രതീകമാണ്? അവരാണ് അസത്യം ചെയ്തത്. ശത്രുപക്ഷത്തിൽ അവരെന്ത് ചെയ്തു? യുദ്ധനീതി കാറ്റിൽ പറത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് ആക്രമിച്ചു. എന്നിട്ട് അവനെ നിരായുധനാക്കി മാറ്റി. അപ്പൊ ഇവിടെ അസത്യത്തിന്റെയും അധർമ്മത്തിന്റെയും പ്രതീകമാണെന്ത്? മഹാരഥി ലോക്. അപ്പൊ ഈ മഹാഭാരത യുദ്ധത്തെ അടിസ്ഥാനമാക്കിയുള്ള കവിതയാണ് നമ്മൾ പഠിച്ചു. അപ്പൊ അതിലെ മഹാരഥി ലോക് എന്തിന്റെ പ്രതീകമാണ്? ഇപ്പോഴത്തെ അസത്യ ഒരു അധർമ്മം. ഇനി നെക്സ്റ്റ് ഇത്രയാണ് പ്രതീകങ്ങളായിട്ട് ചോദിക്കാം. നെക്സ്റ്റ് ഈ എന്താ പറയുക നമ്മുടെ സമാന അർത്ഥം ഒരേ അർത്ഥമുള്ള വാക്കുകൾ. ഇപ്പൊ ജൂട്ട് കവിതയിൽ വന്നിട്ടുണ്ട്. ജൂട്ട് എന്താണ്? ലാസ്റ്റ് വരിയില് എന്താണ്? ഇതിഹാസം की सामूहिक गति सहसा झूठी पड़ जाने पर सच्चाई टूटे पकियों का ആശ്രയം. झूठी എന്താ? झूട്ട് കളവാണ്. ഇപ്പൊ ജൂട്ടിന്റെ മറ്റൊരു വാക്കാണ് എന്ത്? അസത്യ. അസത്യം എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള വാക്ക്, ജൂട്ട് വേറൊരു വാക്ക്. രണ്ടിന്റെ അർത്ഥം ഒന്നുണ്ട്, ജൂട്ട് അസത്യം. ഇനി അചാനക്. അചാനക് പറഞ്ഞാൽ പെട്ടെന്ന്, അചാനക് പെട്ടെന്ന്. സഹസ, അപ്പൊ കവിതയിൽ വന്നിട്ടുള്ള വാക്ക് എന്താണ്? സഹസ ജൂട്ടി പഠിച്ചാന, പെട്ടെന്ന് ഒരു കളവ് സംഭവിക്കുമ്പോൾ അല്ലെ. അപ്പൊ എന്താണ്? സഹസ, അചാനക് പെട്ടെന്ന്. എന്റെ പാഠത്തിൽ വന്നിട്ടുള്ള പ്രയോഗിച്ചിട്ടുള്ള വാക്കാണ് സഹസ. ഇങ്ങനെ ചോദിക്കും ചിലപ്പോ. ഒരേ അർത്ഥമുള്ള വാക്കെടുത്ത് എഴുതാനുണ്ടാവും. സഹാര. സഹാര മീൻസ് ആശ്രയ്. സഹാര ആശ്രയ്. ടൂട്ടേ പയ്യ സച്ചായി, സച്ചായി ടൂട്ടേ പയ്യൊക്കെ ആശ്രയം എന്ന് പഠിച്ചില്ലേ. അതായത് സഹാര എന്ന് പറഞ്ഞാലും ആശ്രയം എന്ന് പറഞ്ഞാലും ആശ്രയം. നിരായുധ. നിരായുധ എന്ന് പറഞ്ഞാൽ നിരായുധനായ, നിരായുധനായ. ശസ്ത്രഹീൻ, കയ്യിൽ ആയുധമൊന്നും ഇല്ലാത്ത. അതിൽ പാഠത്തിൽ പ്രയോഗിച്ചുള്ള വാക്ക് എന്താണ്? നിഹത്തി. എന്താ ആ സെന്റൻസ് ഓർമ്മ ഉണ്ടോ? നിഹത്തി. അക്കേലി നിഹത്തി ആവാസ് എന്ന് വിളിച്ചു. അപ്പൊ ആ ഒറ്റയ്ക്ക്, അക്കേല എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന നിരായുധനായ ശത്രു ഇവിടെ ആരാണ്? അഭിമന്യുവാണ്. അപ്പൊ നിരായുധന്റെ അതേ അർത്ഥമുള്ള വാക്കാണ് നിഹത്തി. അപ്പൊ നിഹത്താന്റെ അർത്ഥം എന്താണ്? നിരായുധ. ഇനി അതുപോലെ ഇതിൽ എഴുതിയിട്ടില്ല, 3 വാക്ക് കൂടി ഉണ്ട്, ഞാൻ പറയാം. ഒന്ന് ലൽക്കാർ. ലൽക്കാർ മീൻസ് പാഠത്തിലുള്ള വാക്ക് ചുനൗത്തിയാണ്. എന്താ പറഞ്ഞത്? അക്ഷൗണി സേനാവോ ചുനൗത്തി देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए എന്നാണ് പഠിച്ചത്. അപ്പൊ അവിടെ എന്താ പറഞ്ഞത്? ചുനൗത്തി. ചുനൗത്തി എന്ന് പറഞ്ഞാൽ ലൽക്കാർ. ചുനൗത്തിന്റെ അതേ അർത്ഥമുള്ള വാക്കാണ് ലൽക്കാർ, വെല്ലുവിളി. ചുനൗത്തി मतलब ചുനൗത്തി और ലൽക്കാർ दोनों का अर्थ क्या है? വെല്ലുവിളി. ചുനൗത്തി എന്ന് പറഞ്ഞാലും ലൽക്കാർ എന്ന് പറഞ്ഞാലും വെല്ലുവിളി. പിന്നെ ഏറ്റവും എളുപ്പമുള്ള പാഠത്തിന്റെ പേരല്ലേ പഹിയ. പഹിയ എന്ന് പറഞ്ഞാലും ചക്ര എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. പഹിയ എന്ന് പറഞ്ഞാലും ചക്ര എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. പഹിയ ഇതിൽ എഴുതിയത് കൂടാതെ ഉള്ളത് പഹിയ, ചക്ര, അതുപോലെ ലൽക്കാർ, ചുനൗത്തി. പിന്നെ ഒന്ന് ശബ്ദ്. ശബ്ദത്തിന്റെ വാക്ക് എന്താണ്? ആവാസ്. ചെറിയ ക്ലാസ് തൊട്ട് പഠിച്ച വാക്കാണ്. എന്താണ്? അക്കേലി നിഹത്തി ആവാസ്. എന്താ ആവാസ്? ശബ്ദ്. അതാണ് ആവാസ്, ശബ്ദമാണ്.
മനസ്സിലായത് ശബ്ദം എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ പാഠഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ.